ഇന്ന് നിയമസഭയിൽ ഉണ്ടായ ഒരു വലിയ രസകരമായ സംഭവം. വി ഡി സതീശൻ ഇങ്ങനെ പറയാണ്, സോണിയാഗാന്ധിയെ അതിശക്തമായി അപമാനിക്കുന്നത് നമ്മുടെ ഭരണപക്ഷാംഗങ്ങൾ തുടരുകയാണ് എന്ന്. അപ്പോ എം പി രാജേഷ് ചോദിച്ചു, സോണിയാഗാന്ധി പോറ്റിയുമായി നിൽക്കുന്ന, സ്വർണം കൊണ്ടുപോയയാൾ, സ്വർണം കട്ടയാൾ എന്നൊക്കെ വിളിക്കപ്പെടുന്നവരുമായി നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ പ്രചരിക്കുന്നുണ്ടല്ലോ, ആ ഫോട്ടോയുടെ ധാർമ്മികത എന്താണെന്ന് പറഞ്ഞാൽ തീരുന്നതല്ലേ ഉള്ളൂ. ഈ പ്രശ്നത്തെ തെരുവിലിട്ട് വശം കെടുത്തി തെരുവിലിട്ട് വിചാരണ ചെയ്യാൻ സോണിയാഗാന്ധിയെ കോൺഗ്രസ് തന്നെയല്ലേ അപകടത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ വി ഡി സതീശന്റെ മറുചോദ്യം, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പോറ്റിയുടെ കൂടെ നിന്നിട്ടില്ലേ, പോറ്റിയുടെ കൂടെ നിന്ന ചിത്രമില്ലേ, അത് മുഖ്യമന്ത്രിക്കെതിരെ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന്. വീണ്ടും മറുപടി രാജേഷിന്റെ തീപാറുന്നത്, കൃത്യമാണ് ആ ഫോട്ടോയ്ക്ക് മുമ്പും പിമ്പുമുള്ള വീഡിയോ കൂടി. ഞങ്ങൾ എത്ര പ്രാവശ്യം അതിനെ കൃത്യമായ രീതി മറുപടികൾ ഡേറ്റ വെച്ച് തന്നു. മുഖ്യമന്ത്രി കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ഹസ്തദാനം കൊടുക്കേണ്ടി വന്നതാണ് പോറ്റിക്ക്. അത് കൃത്യമായ രീതിയിൽ വീഡിയോയിലും കാണാമെന്ന് എം പി രാജേഷ് മറുപടിയും കൊടുത്തു. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്, മിസ്റ്റർ വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവെ, അങ്ങ് ഇത്രയും വലിയ വിവരവും വായനയും സംസ്കാര ബുദ്ധിയും എല്ലാമുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ലേ, താങ്കൾ പോൾ വാർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി നിന്ന് സവിനയം താണു വീണു കുമ്പിട്ട് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഈ കേരളത്തിലോട് പറഞ്ഞ ഒരാളാണ് എന്നിരിക്കെ, അതിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഈ നാടിന്റെ രാഷ്ട്രീയ ബോധ്യത്തിന് എപ്പോഴും തുറന്നു നോക്കാം എന്നുള്ള രീതിയിൽ ഉള്ളപ്പോ ഞങ്ങൾ എത്രയോ ഫോട്ടോകൾ അങ്ങയുടെ കൂടെ എടുക്കുന്നു. താങ്കളുടെ രാഷ്ട്രീയ മാന്യത എന്താണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ അവിടെ അത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ വ്യക്തിബന്ധങ്ങളല്ലേ. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഒരു ഫോട്ടോ എടുക്കേണ്ടി വരിക, താങ്കളുടെ കൂടെ വ്യക്തിപരമായി എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കേണ്ടി വരിക, താങ്കൾ RSSന്റെ ക്യാമ്പിൽ പോയി തല കുനിച്ച് വിനയം കാണിച്ച് നിന്ന് നിലവിളക്ക് കൊളുത്തിയ എന്നുള്ളതിന്റെ പേരിൽ ഞങ്ങൾ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമോ? അതാണോ കേരളത്തിന്റെ മലയാളിയുടെ സംസ്കാരം? അല്ലല്ലോ എന്ന് പറഞ്ഞ് സതീശനെ നശിപ്പിച്ചു കളഞ്ഞു സഭയിലിട്ടെന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും സതീശന് തിരിച്ച് കൗണ്ടർ കിട്ടുന്ന ഒരവസ്ഥ. ചാടി എഴുന്നേറ്റ് ഇങ്ങനെ പുലമ്പാൻ വരും സതീശൻ, തിരിച്ച് ഭരണപക്ഷം കൊടുക്കും. ഭരണപക്ഷം കൊടുക്കുമ്പോ അത് നെഞ്ചത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ള മറുപടിയാണ്, അപ്രതീക്ഷിതമല്ലാത്ത ഒരു മറുപടിയാണെങ്കിൽ ഞങ്ങൾ കേൾക്കണ്ട, ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് സ്പോട്ടിൽ വാക്കൗട്ട് നടത്തും. കേരള നിയമസഭയിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഈ അവസാന സതീശന്റെ 5 വർഷം നിങ്ങൾ എടുത്തു നോക്കൂ. പല പ്രാവശ്യം മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നുമുണ്ട്. കാര്യമാത്ര പ്രസക്തമായ ചർച്ചകൾക്ക് ഇരുന്നു കൊടുക്കുന്നില്ല സതീശനും കൂട്ടരും. അവർ വാക്കൗട്ട് നടത്തും. നിയമനിർമ്മാണം നടത്തേണ്ട സഭയിൽ അവർ വാക്കൗട്ട് നടത്തും. കുട്ടികൾ, ഷംസീർ പറയാ, കുട്ടികൾ പല നാടുകളിൽ നിന്ന് വന്ന് ഈ സഭയെ കേൾക്കുകയാണ് 2 ദിവസം. ഈ നിയമസഭാ സമ്മേളനത്തിലല്ല കേട്ടോ, ഇതിനു മുമ്പ് നടന്നെടുത്ത്. അവർക്ക് കാണുവാനെങ്കിലും നമ്മൾ ഒരല്പം ഇരുന്നു കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ഒരു സ്പീക്കറിന് പറയേണ്ടി വന്നെങ്കിൽ, സതീശ, കേൾക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ചോദ്യങ്ങളെ ഭയക്കുന്നത് കൊണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ചോദ്യങ്ങളെ പേടിച്ച് ജീവിക്കാൻ കഴിയാതെ ഒളിച്ചോടുന്ന ഒരു പ്രതിപക്ഷമുണ്ടെങ്കിൽ മിസ്റ്റർ വി ഡി സതീശൻ, അത് നിങ്ങൾ നയിക്കുന്ന UDF നിൽക്കുന്ന ഈ പ്രതിപക്ഷ സംഘടനകളാണ് എന്ന് ഉറപ്പിച്ച് പുച്ഛത്തോടെ തന്നെ പറയാൻ കഴിയും.